കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള ജനതയുടെ നാനാ തുറകളിൽ അവർക്ക് നിരാശയും ഇച്ഛാഭംഗവും മാത്രം നൽകിക്കൊണ്ടുള്ളൊരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ പെട്ടെന്നാണല്ലോ, നമ്മളൊക്കെ വലിയ പ്രയാസം തോന്നി. പക്ഷേ ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് പിന്നെ ഏപ്രിൽ 19 25 ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജനങ്ങൾ പിന്നെ മനസ്സിലാക്കി 25 ദിവസം പോലും 25 ദിവസമെങ്കിലും കാത്തുനിന്നാൽ മതിയല്ലോ, നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമല്ലോ എന്ന ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കേരളീയ സമൂഹം മുന്നോട്ട് പോകുന്നത്. അമിത് മാഷ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നേതാക്കളൊക്കെ ഇവിടെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഗ്രാഫ് വളരെ മേലെ ആയിരുന്നുവെങ്കിൽ 10 വർഷത്തിന് ഇപ്പുറം അത് പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും താഴെ തട്ടിലേക്ക് അത് ആപതിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ ലോകത്തിന് തന്നെ മാതൃകയായ കേരള മോഡൽ ഇന്നത് ഒരു സ്വപ്നം മാത്രമായി ഇപ്പോൾ അത് അവശേഷിച്ചിരിക്കുകയാണ്. കഴിവും പ്രാപ്തിയും പരിചയ സമ്പത്തുമുള്ള ഒരു ഭരണത്തെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസവും സാക്ഷരതയും സാംസ്കാരിക ബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഇവ കൊണ്ടെല്ലാം മികച്ചു നിൽക്കുന്നൊരു സംസ്ഥാനമാണല്ലോ, ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ ജനത അർഹിക്കുന്ന ഒരു ഭരണം, ആ ഭരണം അതിനു വേണ്ടിയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അഭൂതപൂർവമായിട്ടുള്ള വിജയം നേടുവാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അപ്പം അത് ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളോട് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളതാണ്. നിലമ്പൂരിലും പാലക്കാടും തൃക്കാക്കരയിലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നറിയിപ്പ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുത്തു. പലപ്പോഴും കോടതികൾ പോലും ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങൾക്കെതിരെയും അഭിപ്രായങ്ങൾ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ബുദ്ധിജീവികളും എന്തിനേറെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള എഴുത്തുകാർ പോലും ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ അതാണ് മൊത്തത്തിൽ എവിടെയും കാണുവാൻ കഴിയുന്നത്. അതിനെ ആണ് നമുക്ക് തിരുത്തേണ്ടത്. ഒരു നല്ല ഭരണത്തെ കേരളത്തിന് നമുക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി ഐക്യജനാധിപത്യ മുന്നണി വളരെ സജ്ജമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയാറുണ്ട്, ടീം UDF ആണ് നാളെ കേരളം ഭരിക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ട്. UDF അത്രയ്ക്കേറെ കെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടെ UDFൻ്റെ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും മറ്റ് ഘടകകക്ഷികളായാലും എല്ലാം തെരഞ്ഞെടുപ്പ് കോതയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ ചരിത്രം പ്രിയപ്പെട്ട അമിത് മാഷോടെ പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേടിയ അഭൂതപൂർവമായിട്ടുള്ള വിജയം കേരളത്തിലെ മലപ്പുറത്തെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിലാകട്ടെ
പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണത്തെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് കിട്ടിയതാണ്. ജനങ്ങളുടെ ആഗ്രഹമാണ് അതിൽ നിന്നെല്ലാം പ്രതിഫലിച്ചത്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കാൻ പോകുന്നതും. അതേ അവസരത്തിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കരുത്. നമ്മൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ വോട്ടറെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ UDFൻ്റെ ഓരോ പ്രവർത്തകന്മാരും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട്. അതുവഴി നല്ലൊരു ഭൂരിപക്ഷത്തോടെ നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റണം. കേവലം ഭൂരിപക്ഷം പോരാ. അരിസാഹിബിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വലിയ ഭൂരിപക്ഷം നൽകുവാൻ കഴിഞ്ഞു. അതിലും കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് നൽകേണ്ടതുണ്ട്. ഒന്ന് അരിസാഹിബിനും എന്നതുപോലെ തന്നെ ഈ മുന്നണിക്കും. കാരണം മുന്നണിക്കൊരു അംഗീകാരം നമുക്ക് കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുന്നണിയുടെ പ്രവർത്തനം. ഭാവിക്ക് വേണ്ടിയാണ് ഈ മുന്നണിയുടെ പ്രവർത്തനം. അപ്പോൾ ആ മുന്നണിക്കും പ്രത്യേകമായ ഒരു അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി കൂടുതൽ ഭൂരിപക്ഷം എല്ലാ സ്ഥാനാർത്ഥികൾക്കും, ഇവിടെ അലിസാഹിബിന്, തൊട്ടപ്പുറത്ത് നജീബിന്, അതിൻ്റെ അപ്പുറങ്ങളിലൊക്കെയുള്ള നമ്മുടെ മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച ഭൂരിപക്ഷം നൽകി നിങ്ങൾ വിജയിപ്പിച്ചു കേരളത്തിനൊരു നല്ല ഭാവി നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.